ഹലോ ഗായ്സ്, അസ്സലാമു അലൈക്കും. ഇന്ന് നിങ്ങൾ ഇതുവരെ കാണാത്തൊരൈറ്റം ഐസ്ക്രീമിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നത്. റെസിപ്പി അല്ല, നമ്മൾ ഐസ്ക്രീം ഇങ്ങനെ കഴിച്ചാൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും. ടബാര ടേസ്റ്റാണ്. ഇങ്ങനെ റോസ് പിങ്ക് കളറിലുള്ള ഐസ്ക്രീമുകൾ കണ്ടിട്ടുണ്ടോ? ഇതെങ്ങനെ ഉണ്ടാക്കണമെന്ന് ഞാനൊന്ന് കാണിച്ചു തരട്ടാ. അപ്പോൾ നല്ല സൂപ്പർ ടേസ്റ്റ് ആയിട്ടാ, എല്ലാവർക്കും ഇഷ്ടപ്പെടും. ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്യുക. നമുക്കൊരു ഡ്രാഗൺ ഫ്രൂട്ടൊക്കെ കിട്ടുമ്പോൾ, ഡ്രാഗൺ ഫ്രൂട്ട് കൊണ്ടാണ് നമ്മൾ ഇത് ഉണ്ടാക്കുന്നത്. ഡ്രാഗൺ ഫ്രൂട്ട് കിട്ടുമ്പോൾ നിങ്ങൾ ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട്. ഇതൊരു കുഞ്ഞു ഡ്രാഗൺ ഫ്രൂട്ട് കേട്ടോ, നമ്മളെ വീട്ടിൽ ഉണ്ടായതാണ്. ചെറുതേ ഉണ്ടായിട്ടുള്ളൂ, വലുതായിട്ടുണ്ടായിട്ടില്ല. ആദ്യം 1-2 ഉണ്ടായി, അത് വലുതായിരുന്നു. പിന്നെ ഉണ്ടായത് 2 ഉണ്ടായിട്ടുള്ളൂ, കുറച്ചേ ഉണ്ടായിട്ടുള്ളൂ കേട്ടോ, കുറേ ഒന്നും ഉണ്ടായിട്ടില്ല. അപ്പോൾ ആ ഡ്രാഗൺ ഫ്രൂട്ട് വെട്ടിയിട്ട് നമ്മൾ ഐസ്ക്രീമിലിട്ടിട്ടൊരു ട്രൈ ചെയ്യണം കേട്ടോ. ഞാൻ കാണിച്ചു തരാം എങ്ങനെ നിങ്ങൾ അതുണ്ടാക്കി ഉപയോഗിക്കണമെന്നുണ്ട്. അടിപൊളി ടേസ്റ്റാട്ടോ. ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കി വെക്കേണ്ടി. ഡ്രാഗൺ ഫ്രൂട്ട് കിട്ടുമ്പോൾ നമുക്കിവിടെ കുറച്ചേ ഉണ്ടായിട്ടുള്ളൂ. ഇപ്രാവശ്യം കായ്ച്ചിട്ടേ ഉള്ളൂ കേട്ടോ. ഇതുവരെ നമ്മൾ ഡ്രാഗൺ ഫ്രൂട്ട് കായ്ച്ചിട്ടില്ല. ഇവിടെ പാവാടുന്നും പാവിൻ്റെ അടുത്തു നിന്നൊക്കെ കൊണ്ടുവരലായിരുന്നേ. അവിടെയൊക്കെ ഇഷ്ടം പോലെ ഉണ്ട്. നമുക്ക് ഇപ്രാവശ്യം കായ്ച്ചിട്ടേ ഉള്ളൂ. അപ്പോൾ നമ്മൾ ഡ്രാഗൺ ഫ്രൂട്ട് നമ്മൾ 4ആയിട്ട് മുറിച്ചിട്ടാണ്. 4ആയിട്ട് മുറിച്ചിട്ട് അതിൻ്റെ ഉള്ളിൽ നിന്ന് പൾപ്പ് എടുക്കണേ. പൾപ്പ് എടുത്തിട്ട് ഞാനിവിടെ 2 ഐസ്ക്രീമാണ് കൊണ്ടുവന്നത്. വാനിലേൻ്റെ 2 ഐസ്ക്രീമിൻ്റെ പാക്കറ്റ് കൊണ്ടുവന്നത്. കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ കുറേ വലിയ ഫാമിലി പാക്ക് തന്നെ കൊണ്ടുവരണം കേട്ടോ. ഇതിപ്പോൾ നമ്മൾ ചെറുതായിട്ട് 2 പാക്കറ്റേ കൊണ്ടുവന്നിട്ടുള്ളൂ. അപ്പോൾ അതിലോട്ട് നമ്മൾ ഇത് കട്ട് ചെയ്ത് ചേർക്കുകയാണ് ചെയ്യണത്. കട്ട് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കണം. നമ്മൾ ചെറുതാക്കി കട്ട് ചെയ്തിട്ട് അതിലിട്ട് മിക്സ് ചെയ്യണം. നല്ലൊരു ടേസ്റ്റായിട്ട്. നമ്മൾ സാധാരണ ഒന്നും ഡ്രാഗൺ കഴിക്കണ പോലെയല്ല. ഡ്രാഗൺ കഴിക്കണമെങ്കിൽ ഇങ്ങനെ കഴിക്കണം. അതിൻ്റെ ഏറ്റവും വലിയ ടേസ്റ്റ് ഇട്ടാ. നമ്മളത് ശ്രദ്ധിക്കൂല, നമ്മൾ അപ്പാടെ കഴിക്കണേ ചെയ്യാം. ഇങ്ങനെ ഡ്രാഗൺ ഫ്രൂട്ട് കിട്ടുമ്പോൾ നമ്മൾ 1-2 കിട്ടിയാൽ നമുക്ക് അതിന് മാത്രം കഴിക്കാൻ മാത്രമൊന്നും ഉണ്ടാവില്ല, കുറച്ചെല്ലാം ഉണ്ടാവുള്ളൂ. പിന്നെ കുട്ടികളുടെ അടുത്തൊന്നും ഇപ്പോൾ ഒരു പീസ് ഒരു ഡ്രാഗണൊന്നും കിട്ടിയിട്ടൊന്നും ആവില്ല. അപ്പോൾ 4 പീസ് ആക്കുമ്പോഴേക്കും തന്നെ വായിലൊന്ന് കൊതിപ്പിക്കാനേ ഉണ്ടാവുള്ളൂ. പിന്നെ കടയിൽ നിന്നൊക്കെ വാങ്ങുമ്പോൾ നല്ല റേറ്റല്ലേ ഡ്രാഗണിന്. അപ്പോൾ ഇനിയൊന്ന് ഡ്രാഗൺ ഫ്രൂട്ട് കിട്ടുമ്പോൾ നിങ്ങൾ ഇങ്ങനെയൊന്ന് മസ്റ്റായിട്ടും ട്രൈ ചെയ്ത് നോക്കണേ. നമ്മൾ ഈ ഡ്രാഗൺ ഫ്രൂട്ട് ഞാൻ കട്ട് ചെയ്ത് ചെറിയ പീസാക്കി കട്ട് ചെയ്യണം കേട്ടോ. അതിനാണ് നമ്മളിങ്ങനെ 4 പീസാക്കി മുറിച്ച് വെച്ചിട്ടുള്ളത്. ഈ മുറിച്ച് വെച്ച ഡ്രാഗൺ ഫ്രൂട്ട് നമ്മൾ കട്ടിംഗ് ബോർഡിൽ വെച്ചിട്ട് 4 കുഞ്ഞു പീസാക്കിയിട്ട് ഇങ്ങനെ കട്ട് ചെയ്തെടുക്കണം. ഇത് നമ്മൾ ചെറുതാക്കി ഇങ്ങോട്ട് ഉള്ളൊന്നും ഇങ്ങോട്ട് ആ തൊലി കളഞ്ഞെടുക്കണേ, ചെറുതാക്കി എടുക്കാൻ വേണ്ടിയിട്ട്. പെട്ടെന്ന് തൊലി കളയാനൊക്കെ പറ്റില്ല. ആ തൊലിമേലും കുറച്ചൊക്കെ പൾപ്പൊക്കെ ഉണ്ടാവും കേട്ടോ. വരണ്ടി എടുക്കണം, അപ്പം കിട്ടുള്ളൂ. അല്ലാതെ നമ്മൾ പിന്നെ കത്തി കൊണ്ട് എടുത്താലേ അതിൻ്റെ ഉള്ളിൽ അതിൻ്റെ തൊലി ഭാഗം പെടും. വേണമെങ്കിൽ നമ്മൾ സ്പൂൺ വെച്ചിട്ടൊക്കെ വരണ്ടി എടുത്താൽ കുറച്ചൊക്കെ ഉണ്ടാവും. ഇതിന് നല്ലൊരു കളറാട്ടോ. ഈ കളർ കാണുമ്പോൾ നമുക്ക് ഒരു കൂടുതലൊരു ഇഷ്ടം. നല്ല റെഡ് റോസാപ്പൂ ഇല്ലേ, അതിൻ്റെ കളറാട്ടോ. നല്ല റോസാപ്പൂ ഇല്ലേ, റോസാപ്പൂ എന്ന് പറഞ്ഞാൽ ആ റോസാപ്പൂല്ലേ, ആ റോസാപ്പൂവിൻ്റെ കളറാണ് ഇതിന്. ആ കളറാണ് ഇതിന് ഹൈലൈറ്റ് ചെയ്ത് കാണിക്കണത്. കഴിക്കണേക്കാളും നമുക്ക് ആ കളറ് കാണാൻ ഇതിനൊക്കെ ഭംഗി. അപ്പം ഇത് ഡ്രാഗൺ ഫ്രൂട്ട് ആയപ്പോൾ കുഞ്ഞിപ്പേൻ ഇട്ടാ കട്ട് ചെയ്യണത്. അല്ലാതെ ഒരു സാധനം കട്ട് ചെയ്യാൻ ആളെ കിട്ടൂല കേട്ടോ. ഡ്രാഗൺ ഫ്രൂട്ട് ഐസ്ക്രീം കൊണ്ടൊന്ന് കുഞ്ഞിപ്പ കട്ട് ചെയ്ത് കണ്ട് റെഡിയാക്കാൻ വേണ്ടിയിട്ട് കുഞ്ഞിപ്പാൻ്റെ കയ്യിലാണ് കത്തി കൊടുത്തത്. അപ്പം ഞാനതിന് ഒരുങ്ങുമ്പോഴേക്കിന് ടൈം വേഗം വിചാരിച്ചിട്ട് മറ്റയാൾ വേഗം എടുത്ത് കട്ട് ചെയ്ത് പാത്രത്തിലാക്കണം. കത്രപ്പാടിലാട്ട. അതുകൊണ്ട് എനിക്ക് ആ പണി കുറഞ്ഞ് കിട്ടി. അപ്പം ഞാൻ കട്ട് ചെയ്യാൻ ഒരുങ്ങിയപ്പോൾ ഞാൻ ക്യാമറയും വെച്ച് കൊടുത്തതാട്ടാ. എങ്ങനെ നമ്മൾ ഡ്രാഗൺ ഫ്രൂട്ട് പാത്രത്തിലാക്കണേ. ഇനി കാണണ്ട അതിൻ്റെ കളറ്, അതാണ് ഇപ്പോൾ സെറ്റ് കളറ്. ഇങ്ങനെ ഇത് നമ്മളിവിടെ പാത്രത്തിലോട്ടാക്കി തട്ടിട്ട് കൊടുക്കണേ. ഇനി നമുക്കത് ഐസ്ക്രീമൊക്കെ ഇട്ട് സെറ്റാക്കി എടുക്കുമ്പോൾ ടേസ്റ്റ് ആയിരിക്കും. ഞാൻ ഈ ഐസ്ക്രീം 2 ചെറിയ പാത്രത്തിലേക്ക് കൊണ്ടിപ്പിച്ചിട്ടുള്ളൂ. കുട്ടികളൊന്നും ഇല്ലായിരുന്നു, നമുക്ക് 2 ആൾക്ക് കഴിക്കാൻ മാത്രം. അപ്പോൾ ചെറിയൊരു ബോക്സ് എടുത്ത് ചെറിയ 2 ബോക്സിൽ കൊണ്ടുവന്നിട്ടുള്ളൂ കേട്ടോ. നമ്മൾ എത്ര കൊണ്ടുവന്ന് വെച്ചാൽ അത്രയും നമ്മൾ കഴിക്കും. അപ്പോൾ ഐസ്ക്രീമൊക്കെ അല്ലേ, വലിയ ആൾക്കാരല്ല, അപ്പോൾ അത്രക്കൊന്നും വേണ്ടെന്ന് വിചാരിച്ചിട്ട് 2 ചെറിയ പാത്രമേ കൊണ്ടുവന്നിട്ടുള്ളൂ. എന്നിട്ട് ഞാൻ കുട്ടികളൊന്നും വിളിച്ചിട്ടും കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ നമുക്ക് മാത്രം ഉണ്ടാക്കിയിട്ടുള്ളൂ. അങ്ങനെ 2 ഐസ്ക്രീമിൻ്റെ ബോക്സ് ഇട്ട് ഡ്രാഗൺ ഫ്രൂട്ട് ഇട്ട് ഡ്രാഗൺ ഫ്രൂട്ടിൻ്റെ കളറ് ആ കളർ ഇങ്ങനെ വരുന്ന നോക്കിയാൽ റെഡ് കളറ്, റെഡിൻ്റെ റോസ് കളർ പറയും. നല്ല റോസാണ് അത് കേട്ടോ. ഐസ്ക്രീമിലും കൂടി ചേരുമ്പോൾ നമുക്കൊരു അട്രാക്റ്റീവ് കളറാട്ടാ. കണ്ടില്ലേ? ഇങ്ങനെ നമ്മൾ ഇത് നല്ലോണം ഒന്ന് മിക്സാക്കി
അത് നോക്കി ആ കളറ് പരക്കണ കളറ് ആ ഒരു കളറിങ്ങനെ ഷെയ്ഡ് ചെയ്ത് പരക്കണ നോക്കിയേ, നല്ലൊരു കളർ. ഇനി മൊത്തത്തിൽ ആ നല്ല കളറ് വരും കേട്ടോ നമ്മൾ ഇളക്കി ഇളക്കി വരുമ്പോൾ. അപ്പോൾ ഞാൻ ഈ പറയുമ്പോൾ നിങ്ങളെല്ലാവരും വായാലും കൊതി വരുന്നില്ലേ? അതേപോലെ കൊതി വരുന്നതായാലും കഴിക്കുമ്പോഴും നല്ല ടേസ്റ്റുള്ളൊരു ഐസ്ക്രീമാണ് നമ്മളിപ്പോൾ ഇന്ന് തയ്യാറാക്കിയ ഡ്രാഗൺ ഫ്രൂട്ട് ഐസ്ക്രീം. ഇതാണ് മക്കളെ ഡ്രാഗൺ ഫ്രൂട്ട് ഐസ്ക്രീം. അടിപൊളി ടേസ്റ്റ് കേട്ടോ. അതാ പാത്രത്തൊന്നും ഇങ്ങനെ ഒഴുകി പുറത്തേക്ക് പോകാൻ നിൽക്കുമ്പോൾ തന്നെ ടേസ്റ്റ് ആയി തന്നെ ഇങ്ങനെ തുളുമ്പി വരുന്നത് നോക്കി. അപ്പോൾ ഇതാണ് നമ്മൾ ഇന്നത്തെ ഡ്രാഗൺ ഫ്രൂട്ട് ഐസ്ക്രീം. അപ്പോൾ ഇഷ്ടപ്പെട്ട ലൈക്കും ഷെയറും സബും ചെയ്യണേ. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ കമൻറ്റിൽ പറയണേ. അപ്പോൾ വെരി ടേസ്റ്റി ഐസ്ക്രീം.